എല്ലാ കൂട്ടുകാർക്കും എൻജോയ് ദി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്നുള്ളത്. സംഭവം ഇത്രേ ഉള്ളൂ. നമ്മളെ ഹാബിറ്റാറ്റ് നോവ ടാൻസാനിയ നമ്മൾ പോർട്ട് ചെയ്യാണ്. ഇതിൻ്റെ ഒരു പോർട്ടിംഗ് വീഡിയോ ആണ്. നമ്മളെ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു പോർട്ടിംഗ് വീഡിയോ വളരെ എന്താ പറയുക, ദൗർലഭമാണ്. യൂട്യൂബിലൊക്കെ മലയാളത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഉണ്ട്. എന്നാലും നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും നമ്മളെ കയ്യിൽ നിന്ന് പ്ലാന്റുകൾ മേടിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഇതുപോലെ ചെയ്ത് നോക്കാനായിട്ടുള്ളൊരു ഇതാണ്. കാരണം ഇങ്ങനത്തെ വീഡിയോ ഒന്നും എവിടെയും കിട്ടില്ല. പ്രത്യേകിച്ച് ഹാബിറ്റാറ്റ് പ്ലാന്റുകൾ പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹാബിറ്റാറ്റ് പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത്, അത് വാങ്ങിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഒത്തിരി പേര് ഇപ്പം എൻ്റെ അടുത്ത് തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സിനും പുതിയ വ്യൂവേഴ്സിനൊക്കെ ഇതൊരു പുതിയൊരു അനുഭവമാണ്. ഇങ്ങനെ ഒരു പ്ലാന്റ് റീപോർട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്ലാന്റ് നമ്മൾ മേടിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ ഇതിലേക്ക് ആവശ്യമുള്ളൂ. കാരണം ഇതൊരു ഹാബിറ്റാറ്റ് പ്ലാന്റ് ആണ്. നമ്മുടെ നാട്ടിലെ മണ്ണ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിനാവശ്യമില്ല. ഇതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. ഹാബിറ്റാറ്റ് പ്ലാന്റ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോവ ടാൻസാനിയ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. ഇതാണ് നോവ ടാൻസാനിയ. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ഞാൻ ഇതിൽ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ടുണ്ട്. പേസ്റ്റ് ഒന്നുമില്ല, നമ്മളെ റൂട്ടിംഗ് ഹോർമോണും നമ്മളെ സാഫ് ഫംഗിസൈഡും മിക്സ് ചെയ്തിട്ടുള്ളൊരു പേസ്റ്റാണ്. ആ പേസ്റ്റ് നമ്മൾ ഇതിന്മേൽ കവർ ചെയ്തിട്ടുണ്ട്. ഇത്രയും കവർ ചെയ്യാനുള്ള കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ എത്രത്തോളം താഴ്ത്തിക്ക് നമ്മൾ പോട്ടിൽ വെക്കുന്നുണ്ട് അത്രയും നമ്മൾ പോർഷനിൽ നമ്മൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് നമ്മൾ സാഫ് ഫംഗിസൈഡും റൂട്ടിംഗ് ഹോർമോണും കൂടിയിട്ട് പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു 12 മണിക്കൂറിന് കൂടുതൽ വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഒരു 7 മണി 8 മണി നേരത്ത് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് നമ്മൾ കിട്ടുമ്പോൾ ചെറിയ ചെറിയ ഇതിൻ്റെ സ്കിന്നുകളൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന്മേലൊക്കെ നമ്മൾ ചെറുതായിട്ട് സാഫ് ഫംഗിസൈഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പ്ലാന്റ് കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം ബ്രാഞ്ചുകളും സ്പ്രൗട്ടിങ് ഒക്കെ നന്നായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഇത് ഞാനിവിടെ പ്ലാന്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ഒരു പ്രത്യേക ഒരു വേറിട്ടൊരു അനുഭവം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ കാരണം. ഇതൊരു പോട്ടിങ് വീഡിയോ ഒന്ന് കാണിക്കാൻ വെച്ചിട്ടാണ്. മനസ്സിലായോ? ഇപ്പം ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, നേരത്തെ പറഞ്ഞു. പിന്നെ ഇതൊരു ഹാബിറ്റാറ്റ് പ്ലാന്റ് ആണ്. ഹാബിറ്റാറ്റ് പ്ലാന്റിന് ഇങ്ങനത്തെ കളർ, ഈ ഒരു ഗോൾഡൻ കളർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ വിത്തുകൾ മുളപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളുണ്ട്. ഇപ്പോൾ ഇതൊരു നോവ ടാൻസാനിയ നാരോ ലീഫ്. ഇതിൻ്റെ ലീഫും കണ്ട, പുതിയതായിട്ട് വരുന്ന ലീഫ് നാരോ ലീഫാണ്. ഇത് ഹാബിറ്റാറ്റ് പ്ലാന്റിൻ്റെ സീഡിൽ നിന്ന് മുളപ്പിച്ച് നമ്മളിവിടെ ചെയ്തിട്ടുള്ള പ്ലാന്റാണ്. ഞങ്ങൾക്ക് ഇത് എൻ്റെ പല വീഡിയോകളിൽ ഞാൻ ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. ഉണ്ട് ഈ ഒരു പ്ലാന്റ്. മനസ്സിലായോ? ഇതിൻ്റെ കോഡക്സ് കംപ്ലീറ്റ് ഇതിൻ്റെ അടിയിലാണ്. ഇതൊരു 1.5-2 വർഷം, 1.5 വർഷം ആവാറായിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിപ്രാവശ്യം ഇത് റീപോർട്ട് ചെയ്യണം. ഇപ്പം അടുത്ത് തന്നെ ഇതിൻ്റെ റീപോർട്ടിങ് വീഡിയോ ഉണ്ടാവും. കാരണം ഇത് ചട്ടിയൊക്കെ ആകെ ബൾജായി ഇതിൻ്റെ പോട്ടിംഗ് മിക്സൊക്കെ മുകളിലേക്ക് പൊന്തി വന്നി തുടങ്ങി. അതുപോലെ തന്നെ മറ്റൊരു ഹാബിറ്റാറ്റ് സീഡ് ഗ്രോൺ പ്ലാന്റ് ആണ് ഇത്, സ്വാസികം. ഇത് സ്വാസികമാണ്. ഇതും ഏകദേശം ഇത് 1 വർഷം കഴിഞ്ഞാൽ റീപോർട്ട് ചെയ്യുള്ളൂ. കാരണം അത് സ്റ്റെപ്പ് ആയിട്ട് വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പോട്ടുകൾ സ്റ്റെപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോൾ അടുത്തൊന്നും റീപോർട്ട് ചെയ്യേണ്ടിയില്ല. അപ്പോൾ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഹാബിറ്റാറ്റ് വൈൽഡ് ഹാബിറ്റാറ്റ് പ്ലാന്റ് ആണിത്. നമുക്ക് നാട്ടിൽ കിട്ടില്ല ഇങ്ങനത്തെ ഒരു ഷേപ്പ്, ഇങ്ങനത്തെ ഒരു കളറ് കാര്യങ്ങളൊക്കെ. അവിടെ ഇത് ഫുള്ളായിട്ട് മണ്ണിൻ്റെ അടിയിലായിരിക്കും. ഇപ്പോൾ ഇതിൽ ഇത്രയും ഭാഗത്തോളം ഇത് ഫുള്ള് മണ്ണിൻ്റെ അടിയിലത്തെ ഒരു പോർഷനാണ്. ഇതിൽ ഫുള്ള് ബ്രാഞ്ചുകൾ സ്പ്രോട്ടിനായിട്ട് മുകളിലേക്ക് വരും. മണ്ണിൻ്റെ അടിയിലാണ് ഈ ഒരു കോഡക്സ് കംപ്ലീറ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളെ നാട്ടിൽ എത്തുമ്പോൾ നമുക്കിതൊരു ഭംഗിക്ക് ഒരു ഷോ പീസിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ഹൈറ്റിലേക്ക് ഉയർത്തി വെക്കണം. കാരണം പല ആൾക്കാരും നമ്മളെ പല വീഡിയോകളിലും ചോദിച്ചിട്ടുണ്ട്, അവിടെ ഇരിക്കുന്ന കപ്പകിഴങ്ങ് എന്താ, അവിടെ ഇരിക്കുന്ന ധൂമക്കുറ്റി എന്താ എന്നൊക്കെ. അപ്പോൾ ഇപ്രാവശ്യത്തെ വരവിൽ നിങ്ങൾക്ക് അത്യാവശ്യം കഴിഞ്ഞ ഒരു വീഡിയോയിൽ അതിൻ്റെ സെയിൽസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് മേടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട്. എല്ലാവരും
പ്ലാന്റുകൾ നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട്, ഇങ്ങനത്തെ പ്ലാന്റുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, മേടിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രൈസ് ലേശം കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല, ഉള്ള ആൾക്കാർക്ക് അത് മേടിക്കുക, അത് അതിനെ പരിപാലിക്കുക, അതൊരു രസമുള്ള പരിപാടി തന്നെയാണ്, ഇഷ്ടമുള്ള പരിപാടി തന്നെയാണ്. അല്ലാത്തവർക്ക് ഇത് കാണാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ നമ്മുടെ വീഡിയോയിലൂടെ, അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അതെന്താണ്, അതിനെപ്പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽ ഒക്കെ ഇട്ട് ചോദിച്ചറിയുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ഡീറ്റെയിൽ ഇത്രേ ഉള്ളൂ. ഹാബിറ്റാറ്റ്, വൈൽഡ് ഹാബിറ്റാറ്റ് പ്ലാന്റുകളാണ്. പേര് നോവ ടാൻസാനിയ. ഇത് നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ്. അതാണ് നമ്മൾ ഇന്ന് പോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പോട്ടി മിക്സ് നമ്മൾ ഇതിൻ്റെ ഇത് വൈൽഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. അപ്പം അവിടുത്തെ ആ ഒരു പോട്ടി മിക്സും മണലും നമുക്ക് കിട്ടില്ല, ആ ഒരു ക്ലൈമറ്റ് നമുക്ക് കിട്ടില്ല. അപ്പം അതിന് പകരം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പോട്ടി മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻഡർ. ഇത് നമ്മളെ സിൻഡർ എന്ന് പറയും. നമ്മൾ പല വീഡിയോയിലും നമ്മൾ സിൻഡറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കൽക്കരി കത്തിച്ച വേസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളാണ്. ഇതാണ് നമ്മളൊരു മെയിൻ ഇതിൻ്റെ ഒരു പോട്ടിംഗ് മീഡിയ. ഇതൊരു 80-90% 80-85-90% നമ്മൾ ഈ സിൻഡറാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് നമ്മളെ റിവർ സാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തരിയുള്ള കട്ടയും കല്ലൊക്കെ ഉള്ള റിവർ സാൻഡ്. പിന്നെ കുറച്ച് നമ്മളെ വെർമി കമ്പോസ്റ്റ് അല്ലെങ്കിൽ ലീഫ് കമ്പോസ്റ്റ്, ഏതായാലും നല്ല ക്വാളിറ്റി നോക്കി എടുക്കുക. കാരണം ഇത് ഒത്തിരി വിലയുള്ള പ്ലാന്റ് ആണ്. അപ്പം അതിനനുസരിച്ച് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട് എടുത്താലാണ്, ഇത് പ്ലാന്റ് ചെയ്താൽ നമുക്ക് അതിനൊരു ഗുണം കിട്ടുള്ളൂ. അപ്പോൾ നല്ല ലീഫ് കമ്പോസ്റ്റ് അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് നമുക്ക് ഈ ഒരു, ഇപ്പോൾ ഇത് ഇത്രയും പോർഷൻ അല്ല, ഇതിനേക്കാൾ കൂടുതൽ പോർഷൻ വേണം. ഞാൻ ഇപ്പോൾ ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ബേസണിൽ എടുത്തു വെച്ചത്. ഈ 2 എണ്ണയില്ലേ. പിന്നെ നമുക്ക് നീംഖലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചത്. അതും നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യുക. വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചത് ഒരു നമ്മളെ കയ്യിൽ 2 കൈയും കൂടിയിട്ട് ഒരു പിടി അത്രേ ആവശ്യമുള്ളൂ. കാരണം ഇത് ഒരു നൈട്രജൻ കൂടുതൽ കിട്ടുന്ന ഒരു വളമാണ്. പ്രത്യേകിച്ച് നമ്മളെ ഈ പ്ലാന്റിന് ഇപ്പോൾ വേരുകളൊന്നുമില്ല. വേരുകൾ എന്ന് പറഞ്ഞൊരു സംഭവമല്ല, ഇത് ഫുള്ളൊരു കോഡക്സ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു കോഡക്സ് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ. ഒരു 2 ബ്രാഞ്ച് ഷൂട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടാകുമ്പോൾ കുറേ ചെറിയ ബ്രാഞ്ചുകൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഓൾറെഡി ബ്രാഞ്ചുകൾ നന്നായി സ്പ്രോട്ടനായി തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 12, 13, 13, 14, 15 ബ്രാഞ്ചുകൾ ഇപ്പം തന്നെ ഇതിന് സ്പ്രോട്ടനായിട്ടുണ്ട്. മനസ്സിലായി? അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യം സാഫ് ഫംഗിസൈഡ്. ഇതാണ് നമ്മൾ പോട്ടി മിക്സിലേക്കുള്ള ആവശ്യങ്ങളുള്ള സാധനങ്ങൾ. ഒന്ന് സിൻഡർ, ഒന്ന് കുറച്ച് മണൽ, നല്ല തരിയുള്ള കുറച്ച് മതി, കുറച്ച് മണൽ, പിന്നെ വെർമി കമ്പോസ്റ്റ്, നമ്മളെ വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടി, സാഫ് ഫംഗിസൈഡ്. ഇതാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടിംഗ് മീഡിയയാണ് നമ്മളിതിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഇത് പേസ്റ്റ് ഉണ്ടാക്കുന്നത്, അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അത് ഞാൻ ജസ്റ്റ് ഇന്നലെ രാത്രിയിൽ തന്നെ ഞാനത് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് കാണിച്ചു തരാം. അപ്പോഴേക്കും ഞാനിതിൻ്റെ പോട്ടി മിക്സൊക്കെ ഒന്ന് റെഡിയാക്കാം. പോട്ടി മിക്സ് റെഡിയാക്കാനായിട്ട് ഒന്നുമില്ല, ഈ പറഞ്ഞ ഈ 1, 2, 3, 4, 5 ഐറ്റം, അതായത് സാഫ് ഫംഗിസൈഡ്, നീംഖലി അതായത് വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടി, അതുപോലെ വെർമി കമ്പോസ്റ്റ്, നല്ല സിൻഡർ. അത് നിങ്ങളോട് പ്രത്യേകം പറയാം, സിൻഡർ എടുക്കുമ്പോൾ നമുക്ക് വാഷ്ഡ് സിൻഡറാണ് കൂടുതലും നമുക്ക് കിട്ടുക, അവൈലബിൾ ഉള്ളത് മാർക്കറ്റിൽ ഇത് കിട്ടുക. എന്നാലും നമ്മൾ ഒരു 2-3 തവണ നന്നായി വാഷ് ചെയ്യുക. അതുപോലെ തന്നെ മണലും നന്നായി വാഷ് ചെയ്ത് ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള മണലെടുക്കാൻ നോക്കുക. അതുപോലെ വെർമി കമ്പോസ്റ്റൊക്കെ നല്ല ഇത് നന്നായി ഡ്രൈ ആയിട്ടിരിക്കണം, നനവുണ്ടാവരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ. സാഫ് ഫംഗിസൈഡിൽ ഞാനിപ്പോൾ ഇതൊരു 2 പ്രാവശ്യം 3 പ്രാവശ്യം നമ്മൾ സിൻഡർ നന്നായി വാഷ് ചെയ്തു. അതിന് ശേഷം സാഫ് ഫംഗിസൈഡ് ഇട്ടിട്ടുള്ള ഒരു വെള്ളത്തിലും കൂടിയിട്ട് ഞാനത് വാഷ് ചെയ്തിട്ടുണ്ട് ഈ സിൻഡർ. മനസ്സിലായി? കാരണം ഇതിൽ കീടങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഫംഗൽ വന്നു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് അങ്ങനെ പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം കെയർ ചെയ്യണം. ഈ പ്ലാന്റുകൾ പോട്ട് ചെയ്യുമ്പോഴായാലും അതുപോലെ തന്നെ പോട്ട് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് ദിവസം നന്നായി നമ്മൾ കെയർ ചെയ്യണം. ഇതിൻ്റെ റൂട്ടിങ് ഹോർമോൺ ചേർക്കണത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ ഇതിന് റൂട്ടുകൾ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പുതിയ റൂട്ടുകൾ പെട്ടെന്ന് ഷൂട്ട് ഔട്ട് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ റൂട്ടിങ് ഹോർമോൺ അപ്ലൈ ചെയ്യണത്. അത് മാത്രം അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ ഈ ഒരു ഭാഗം മുഴുവൻ
ഫംഗൽ വരാതിരിക്കാനായിട്ട് സാഫ് ഫംഗിസൈഡും കൂടിയിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഇന്നലെ രാത്രിയിലത്തെ വീഡിയോ കണ്ടാൽ ഞാൻ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇതിൻ്റെ തൂക്കമാണ്. ഇപ്പോൾ ഇതിൽ 3.8 കിലോ ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ മൊത്തം വെയിറ്റ് വരുന്നത്. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നത് പെർ kg റേറ്റിലാണ്, തൂക്കത്തിനെയാണ് ഇതിൻ്റെ പൈസ വരുന്നത്. കാരണം ഇത് ഇമ്പോർട്ട് ചെയ്യാനും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒത്തിരി എക്സ്പെൻസീവ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇതിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ലെങ്ത് ആവും, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് റെഡിയാക്കി വരാം. അപ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിൻ്റെ ഈ പേസ്റ്റ് ഉണ്ടാക്കുന്ന ആ ഒരു സംഭവം നിങ്ങൾ ഒന്ന് കണ്ടുവരിക കേട്ടോ. ഹാബിറ്റാറ്റ് പ്ലാന്റ് റീപോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്പോൾ അതിനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മുന്നേ ചെയ്യാണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പോൾ നമ്മളിപ്പോൾ പ്ലാന്റ് ഉണ്ട്. ഞാൻ ഈ ചട്ടിയിലല്ല പൊട്ട് ചെയ്യണത്, വേറെ ചട്ടിയിലാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തതാണ്. അപ്പോൾ നമ്മൾ പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ പ്ലാന്റ് പൊട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്രയും നമുക്ക് ചെറിയ പോട്ടാണ്. ഇപ്പോൾ ഏകദേശം നമുക്ക് ഒരു പോട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു അളവിലാണ് നമ്മൾ പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് ഇത്രയും ഭാഗം, അതായത് ഇതിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗം ഏകദേശം കണക്ക് കൂട്ടുകയാണെങ്കിൽ 1 2 3 4 5 ഒരു 5-6 ഇഞ്ചോളം നമ്മൾ പോട്ടിലേക്ക് ഇറക്കി വയ്ക്കും. അപ്പോൾ അത്രയും ഭാഗം നമ്മളൊരു പേസ്റ്റ് നമ്മൾ ഇതിന്മേൽ അപ്ലൈ ചെയ്യാനുണ്ട്. ആ പേസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സാഫ് ഫംഗിസൈഡും അതുപോലെ റൂട്ടിംഗ് ഹോർമോണാണ്. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മളിതിൽ അപ്ലൈ ചെയ്യാൻ നന്നായിട്ട്. ഈ റൂട്ടിംഗ് ഹോർമോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പെട്ടെന്ന് വേരുകൾ പിടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതുമ്പോൾ നിലവിൽ ഇതിന്മേൽ വേരോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇത് പുറത്തുനിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ അതിന് വേരുകളോ കാര്യങ്ങളൊന്നുമില്ല. ഇത്രയും ശരിക്ക് നമ്മൾ ഇപ്പോൾ അവിടെ ഹാബിറ്റാറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇത്രയും ഭാഗം ശരിക്ക് മണ്ണിൻ്റെ അടിയിലായിരിക്കും. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗം ഈ ഒരു ഭാഗങ്ങളൊക്കെ, ഈ ഒരു ഭാഗം മാത്രമാണ് പുറത്തേക്ക് മുകളിലേക്ക് ഉണ്ടാവുള്ളൂ സാധാരണ അവിടുത്തെ മണ്ണിൽ. ഈ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗം മുഴുവൻ മണ്ണിൻ്റെ അടിയിലായിരിക്കും. അങ്ങനെ മണ്ണ് നിന്ന് കുഴിച്ചെടുത്തിട്ടുള്ള ഒരു ഹാബിറ്റാറ്റ് പ്ലാന്റ് ആണ് ഇത്, നോവ ടാൻസാനിയ. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ അതിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടാക്കുക, ഏത് റൂട്ടിംഗ് ഹോർമോണും സാഫ് ഫംഗിസൈഡും വെച്ചിട്ടൊരു പേസ്റ്റ് ഉണ്ടാക്കി നമ്മളിതിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ റൂട്ടിംഗ് ഹോർമോൺ ചേർക്കണമെന്ന് വെച്ചാൽ നമ്മളിതുമേ പെട്ടെന്ന് വേരുകളൊക്കെ പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? നിലവിൽ ഇതുമേ ഒരു വേരുകളൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ റൂട്ടിംഗ് ഹോർമോൺ ചേർക്കുന്നത്. അതുപോലെ സാഫ് ഫംഗിസൈഡ് നമ്മൾ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു എൻ്റെ കണക്കിൽ ഇതുപോലത്തെ ഒരു ടീസ്പൂണിൽ, ഈ ഒരു ടീസ്പൂണിൽ ഓരോ ടീസ്പൂൺ നമ്മൾ സാഫ് ഫംഗിസൈഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ റൂട്ടിംഗ് ഹോർമോൺ എടുത്തിട്ടുണ്ട്. അല്ല, ഇത് നമ്മൾ ചെറു പേസ്റ്റ് ഉണ്ടാക്കുകയാണ്. ആവശ്യത്തിന് മാത്രം വെള്ളം എടുക്കുക, നന്നായി പേസ്റ്റ് ആക്കുക. അല്ലേ, ആ പേസ്റ്റ് അടിപൊളിയായിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗമാണ്. മനസ്സിലായോ? ഇത്രയും ഭാഗത്തോളം നമ്മൾ ഇത് നമ്മളെ ചട്ടിയുടെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ ആ ചട്ടിയുടെ ഉള്ളിലേക്ക് പോകുന്ന ഭാഗങ്ങളിൽ നമ്മൾ ഈ സാഫ് ഫംഗിസൈഡും റൂട്ടിംഗ് ഹോർമോണും മിക്സ് ചെയ്തിട്ടുള്ള പേസ്റ്റ് നമ്മൾ അടിപൊളിയായിട്ട് അപ്ലൈ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ഫംഗിസൈഡും റൂട്ടിംഗ് ഹോർമോണും നമ്മൾ മിക്സ് ചെയ്തൊരു പേസ്റ്റ് ആക്കിയിട്ട് നമ്മളെ പ്ലാന്റിൻ്റെ നമ്മൾ എത്ര ഭാഗമാണോ നമ്മളത് ചട്ടിയുടെ ഉള്ളിലേക്ക്, അതായത് നമ്മളെ പോട്ടി മിക്സിലേക്ക് എത്ര ഭാഗം നമ്മൾ താഴ്ത്തിയാകണം അത്രയും ഭാഗം നമ്മൾ ഈ പേസ്റ്റ് നന്നായി തേച്ച് പിടിപ്പിക്കും. ഇപ്പോൾ ഈ ആദ്യം തേച്ച ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ഡ്രൈ ആയി, ഈ സൈഡും കൂടി ഒന്ന് ഡ്രൈ ആവാനുണ്ട്. ഏതായാലും ഒരു 12 മണിക്കൂറും മിനിമം ഇത് ഡ്രൈ ആക്കാനായിട്ട് വയ്ക്കുക. അതിന് ശേഷം നമുക്കിത് പ്ലാന്റ് ചെയ്യാം കേട്ടോ.